ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും റെയിൻ ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു വാട്ടർ ലില്ലിയാണ്. ട്രോപ്പിക്കൽ വാട്ടർ ലില്ലി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ദിവസേന പൂക്കൾ തരുന്ന വെറൈറ്റി. ഇതാണ് നമ്മുടെ ഇന്നത്തെ സുന്ദരിയായിട്ടുള്ള വാട്ടർ ലില്ലി. വാട്ടർ ലില്ലിയുടെ പേര് പർപ്പിൾ ജോയ് എന്നാണ്. അപ്പോൾ പേര് പോലെ തന്നെ നല്ല പർപ്പിൾ കളറുള്ള വാട്ടർ ലില്ലിയാണ് പർപ്പിൾ ജോയിൽ ഉണ്ടാവുന്നത്. അപ്പം ഇതളുകൾക്ക് പർപ്പിൾ കളർ മാത്രമല്ല, വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് വരുന്നത്. അതുപോലെ 2 നിറങ്ങളിലാണ് പർപ്പിൾ ജോയിയുടെ ഇതളുകൾ വരുന്നത്. അടിവശത്തെ ഇതളുകൾ നല്ല ഡാർക്ക് പർപ്പിൾ കളറും, രണ്ടാമത്തെ നിര ഇതളുകൾക്ക് പർപ്പിളും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടും, നടുവിലത്തെ അല്ലികൾ നല്ല മഞ്ഞ കളറിലുമാണ് കേട്ടോ. നല്ല സുഗന്ധമുള്ള ഒരു വാട്ടർ ലില്ലി കൂടിയാണ് നമ്മൾ പർപ്പിൾ ജോയ്. ഈ അല്ലികളിലൊക്കെ തേൻ നിറഞ്ഞു നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ പർപ്പിൾ ജോയ് എന്ന് പറയുമ്പോൾ ഇതുപോലെ 2 നിറത്തിലുള്ള വാട്ടർ ലില്ലികൾ അങ്ങനെ കുറവാണ്. ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഗാർഡന് ഒരു പ്രത്യേക സൗന്ദര്യം നൽകാനായിട്ട് ഭംഗിയുള്ള ഒരു വാട്ടർ ലില്ലി തന്നെയാണ് നമ്മുടെ പർപ്പിൾ ജോയ്. പർപ്പിൾ ജോയ് ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയും ഒരു വി പാലസ് വെറൈറ്റിയുമാണ്. വി പാലസ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇലകളിൽ നിന്ന് തൈകൾ തരുന്നത്. അതുപോലെ എല്ലാ ഇലകളിൽ നിന്നും തൈകളൊന്നും തരുന്ന വെറൈറ്റി അല്ല. പ്ലാന്റ് നമ്മൾ പോട്ട് ചെയ്തിട്ട് അത്യാവശ്യം പ്ലാന്റ് നല്ല രീതിയിൽ വളർച്ചയെത്തിയതിന് ശേഷം വരുന്ന ലീഫുകളിൽ മാത്രമേ നോഡുകൾ ഉണ്ടാവുള്ളൂ. അതുപോലുള്ള ലീഫുകൾ പൊട്ടിച്ച് നമ്മൾ വെള്ളത്തിലിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. പൊതുവെയുള്ള വാട്ടർ ലില്ലിയുടെ ലീഫുകളിൽ നിന്ന് പർപ്പിൾ ജോയിയുടെ ലീഫുകൾക്ക് നല്ല ഒരു കട്ടിയുള്ള ഇലകളാണ് കേട്ടോ. അപ്പം നല്ല ഒരു ഡാർക്ക് ഗ്രീൻ കളറിലെ ഓയിലി ആയിട്ടുള്ള ഒരു ലീഫും അതിൻ്റെ അടിവശത്ത് നല്ലൊരു മെറൂൺ കളറുന്ന റെഡ് കളറുമാണുള്ളത്. ഇലകൾക്ക് തന്നെ നല്ല ഭംഗിയും നല്ല ഷൈനിങ്ങും ആണുള്ളത് കേട്ടോ. ഇലകൾക്ക് അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സാധാരണ ഈ ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെ ഇലയൊക്കെ ലീഫുകൾക്ക് ഒട്ടും കട്ടിയില്ല. അത് പെട്ടെന്ന് തന്നെ ഈ വാട്ടർ സ്നെയിലൊക്കെ കഴിച്ചു തീർക്കും. അതുപോലെ ഈ പർപ്പിൾ ജോയുടെ ഇലകൾക്ക് കട്ടിയുള്ളതുകൊണ്ട് പെട്ടെന്ന് വാട്ടർ സ്നെയിലും പുഴുവും ഒന്നും അങ്ങനെ ആകർഷിക്കാത്ത ഒരു ലീഫ് കൂടിയാണ് കേട്ടോ. നല്ല ഡാർക്ക് കളറുള്ള ഗ്രീൻ കളറിലുള്ള ഇലകളാണ്. പിന്നെ ഇതിൻ്റെ മൊട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഡാർക്ക് കളറാണ് ഈ ഒരു മൊട്ടിന് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കറുത്തിരിക്കുന്ന പോലെ തോന്നും. ആ ഒരു മൊട്ട് വിരിയുമ്പോഴാണ് ഇത്രയും സുന്ദരിയായിരുന്നുള്ള പൂ ഉണ്ടാകുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ 2 കളറിൽ ഇതളുകളുള്ള ഈ ഒരു പർപ്പിൾ ജോയ് നമുക്ക് എല്ലാവർക്കും വാങ്ങിച്ച് വെക്കാൻ പറ്റുന്നൊരു റേറ്റിൽ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. പർപ്പിൾ ജോയ് ഇറങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളൊക്കെ ആയി. എങ്കിലും പർപ്പിൾ ജോയ്ക്ക് നല്ല ഡിമാൻഡുള്ളൊരു വാട്ടർ ലില്ലി തന്നെയാണ്. കാരണം ഈ ഒരു 2 നിറങ്ങളിൽ പൂ വിരിയുന്നത് കൊണ്ട് തന്നെയാണ് പർപ്പിൾ ജോയ്ക്ക് എല്ലാവരുടെ ഇടയിലും ഒരു ഇഷ്ടം നേടിയെടുക്കാനായിട്ട് സാധിച്ചത് കേട്ടോ. അപ്പോൾ പർപ്പിൾ ജോയ് വിരിയുമ്പോൾ നല്ലൊരു മണമാണ്. ധാരാളം പൂക്കൾ ഒന്നിച്ച് തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു പൂ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ഇവിടെ ഒരു ചെറിയ ടബിലാണ് ഈ ഒരു പർപ്പിൾ ജോയ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വെച്ച് കൊടുക്കുന്ന ഏരിയ അത്യാവശ്യം വലിയ ടാങ്കോ വലിയ കണ്ടെയ്നറോ ഒക്കെ ആണെങ്കിൽ ധാരാളം പൂക്കൾ ഒന്നിച്ചുണ്ടാകാനും സാധ്യതയുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് വളമോ കെയറോ ഒന്നും തന്നെ നമ്മുടെ ആമ്പൽ ചെടികൾക്ക് അങ്ങനെ ആവശ്യമില്ല. നമ്മൾ ആദ്യമേ തന്നെ പോട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ചാണകപ്പൊടിയും എല്ലുപൊടി ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നിർബന്ധമില്ല. അങ്ങനെ ചാണകപ്പൊടിയും കല്ല് കളഞ്ഞ മണ്ണും ഒക്കെ നിറച്ച ടബിൽ നമ്മൾ ടബിൻ്റെ നടുവശത്തായിട്ടാണ് ഇങ്ങനെ വാട്ടർ ലില്ലി പോട്ട് ചെയ്ത് കൊടുക്കുന്നത്. പോട്ട് ചെയ്യുന്ന വാട്ടർ ലില്ലിയിൽ ഫ്ലേവർ കുറയുകയാണെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ NPK അല്ലെങ്കിൽ DAP ഡാപ്പ് പോലുള്ള ഫെർട്ടിലൈസറെ പേപ്പറിൽ പൊതിഞ്ഞ് ടബിൻ്റെ സൈഡിലായിട്ട് താഴ്ത്തി വെച്ച് കൊടുത്താൽ നന്നായിട്ട് ഫ്ലേവർ ചെയ്യും കേട്ടോ. അപ്പം അതിമനോഹരിയായ ഈ പർപ്പിൾ ജോയ് ട്രോപ്പിക്കൽ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ദിവസേന പൂക്കൾ തരുന്നൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ. അപ്പം നമ്മുടെ പർപ്പിൾ ജോയ് വാട്ടർ ലില്ലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും.